ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള പഴയ ടീഷർട്ട് നമുക്ക് എങ്ങനെ ഒരു ഷോർട്സ് ആക്കി സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം എൻ്റെ കയ്യിലുള്ള ഈ ഒരു ടീഷർട്ട് രണ്ടായിട്ടൊന്ന് മടക്കി ഇനി നമുക്കിതിൽ വേണ്ടാത്ത പാർട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ സ്റ്റിച്ചിങ് അറിഞ്ഞുകൂടാത്തവർക്ക് മാർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു സ്ലീവും കൂടെ വരുന്ന പാർട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ലീവിൻ്റെ പാർട്ടും എടുക്കുന്ന എന്തിനാണെന്ന് നമുക്ക് ബാക്കി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി. ഇനി അതിന് ശേഷം നമുക്ക് ടീഷർട്ടിന് ഷോർട്ട്സിന് എത്രയാണോ ലെങ്ത് ആവശ്യം, അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. 16 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ടീഷർട്ടിൻ്റെ പാർട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതായത് നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു സ്ലീവിൻ്റെ പാർട്ട് സെൻറ്ററിൽ വരുന്ന രീതിക്ക് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ നമുക്ക് ആ ടീഷർട്ടിൻ്റെ രണ്ട് സൈഡിലുള്ള സ്റ്റിച്ച് സെൻറ്ററിലോട്ട് വരുന്ന രീതിയിൽ നമ്മളിതൊന്ന് മടക്കിയെടുക്കും. ദെൻ ഈ ഒരു പാർട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു പാർട്ട് നമ്മളിതുപോലെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം കാലിൻ്റെ ആ ഒരു രണ്ട് പാർട്ടും നമുക്ക് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പാർട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് മേൽഭാഗം, അതായത് ഇലാസ്റ്റിക് വയ്ക്കുന്ന ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വീതിയുള്ള ഇലാസ്റ്റിക് ആയിരിക്കും നല്ലത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഷോർട്സ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്